നമസ്കാരം. ഞാനൊരു സംഖ്യയാണ് എന്നൊരിടത്തും അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ സംഖ്യയല്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഞാൻ സംഖ്യയാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ കാരണം ഞാൻ സംഖ്യവിരുദ്ധനല്ല. എനിക്ക് മോദിയുടെ ഭരണത്തോട് ഇഷ്ടമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം എൻ്റെ രാജ്യമാണ്. എൻ്റെ രാജ്യം കഴിഞ്ഞ് മാത്രമേ എനിക്കെൻ്റെ മതവും എൻ്റെ കുടുംബവുമൊക്കെ ഉള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിലെ പുരോഗമന മതേതര ചിന്തയനുസരിച്ച് അമിതമായ രാജ്യസ്നേഹമുണ്ടെങ്കിൽ പോലും സംഖ്യയാണ്. മോദി വിരോധവും സംഘവിരോധവും ഇല്ലെങ്കിൽ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതേക്കുറിച്ച് ഗൗനിക്കാറില്ല. അങ്ങനെ എനിക്കെതിരെ വിമർശനം ഉയർത്തുന്ന പലരും പറയുന്നത് സംഖ്യകളെ സുഖിപ്പിച്ച് പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ അഭിപ്രായം പറയുന്നത് എന്നാണ്. ഞാൻ അത്തരക്കാരോട് പറഞ്ഞിട്ടുണ്ട്, അത് വാസ്തവമല്ല. കാരണം പണമുണ്ടാക്കാനാണെങ്കിൽ സംഖ്യകളെ എതിർക്കുന്നതാണ് നല്ലത്. സംഖ്യകളെ സുഖിപ്പിച്ചാൽ പണം കിട്ടില്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഫണ്ട് നൽകി പിന്തുണയ്ക്കുന്നു എന്നത്. ഒരു പക്ഷേ ഫണ്ട് നൽകി പിന്തുണച്ചിരുന്ന ഒരു പാരമ്പര്യം ഇവിടെ ചിലർക്കുള്ളത് കൊണ്ടാവാം അവരങ്ങനെ പറയുന്നത്. ഈ ഖത്തർ ഫണ്ടൊക്കെ നിലയ്ക്കുന്നതിന് മുൻപ് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രൊപ്പഗണ്ട നടത്തുന്നവർക്ക് ഫണ്ട് കിട്ടാൻ വഴികളുണ്ടായിരുന്നു. ആ വഴികൾ സ്വീകരിച്ച് ഇവിടെ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അത് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മീഡിയ വണും മാധ്യമവുമൊക്കെ പ്രധാനമായും പല ഫണ്ടുകൾ വഴി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. എന്നാൽ അത്തരം ഫണ്ടുകളെല്ലാം മോദി സർക്കാർ നിരോധിച്ചതുകൊണ്ട് അവർക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ ഫണ്ട് കൈപ്പറ്റി പ്രവർത്തിച്ച പരിചയമുള്ളവർ സ്വാഭാവികമായും പറയും BJPക്ക് എതിരല്ലാത്തവരൊക്കെ അവരുടെ ഫണ്ട് കൈപ്പറ്റി പ്രവർത്തിക്കുന്നവരാണെന്ന്. അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മുടെ പൊതുബോധം എന്ന് പറയുന്നത് സംഘവിരുദ്ധമാണ്. ഏതാണ്ട് 80% വരുന്ന കേരളീയ സമൂഹം സംഘവിരുദ്ധരാണ്. എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം പിന്തുണയുള്ള വിഭാഗം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. നമുക്ക് പിന്തുണയാണ് വേണ്ടത്, റീച്ചാണ് വേണ്ടത്, വരുമാനമാണ് വേണ്ടത് എങ്കിൽ ഏറ്റവും നല്ലത് ഒരു ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ലൈൻ എടുക്കുന്നതാണ്. ആ ലൈനിൽ നിന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഒരുപാട് റീച്ച് കിട്ടും. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായിരിക്കുന്നത് അവരാണ്. രണ്ട്, അവരുടെ പിന്തുണ കറകളഞ്ഞതാണ്. മാത്രമല്ല, കേരളത്തിലോ കേരളത്തിന് പുറത്തോ സാംസ്കാരിക നേതാവ് എന്ന പദവി കിട്ടും. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിരന്തരം പരിപാടികളാണ്. സൗദിയിലും UAE ഒക്കെ എല്ലാ ദിവസവും പരിപാടികൾ കിട്ടും. ആവശ്യത്തിലധികം സമ്മാനങ്ങൾ കിട്ടും. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേർ മലബാറിലുണ്ട്. അവരൊക്കെ സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് സമ്പത്താണ് നല്ലതെങ്കിൽ ഏറ്റവും നല്ലത് ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ലൈൻ നിൽക്കുകയാണ്. ഞാനത് നിൽക്കാത്തത് എനിക്ക് സമ്പത്തല്ല വലുത്, എനിക്കത് നിലപാടാണ് വലുത്. സംഖ്യകളോട് യാതൊരു പ്രത്യേക താല്പര്യം എനിക്കില്ല. ആശയപരമായി എനിക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തെക്കാൾ ഇഷ്ടം കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അത് തുറന്നു പറയാൻ ഒരു മടിയുമില്ല. സംഘപരിവാർ രാഷ്ട്രീയത്തെക്കാൾ എനിക്കിഷ്ടം കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് തനി സംഖ്യകൾ എന്നെ കോൺഗ്രസിൻ്റെ ചാരൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയാണോ മോദിയാണോ പ്രധാനമന്ത്രിയാകാൻ നല്ലത് എന്ന് ചോദിച്ചാൽ ഞാൻ മോദി എന്ന് പറയും. മോദിയുടെ ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് രാജ്യത്തോടുള്ള സ്നേഹമാണ്. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള പക്വതയില്ല. കോൺഗ്രസ് ആദ്യം ഒരു നല്ല രാഷ്ട്രീയ പാർട്ടിയായി മാറണം. നല്ല നേതാക്കളെ കോൺഗ്രസ് തിരഞ്ഞെടുക്കണം. ആ നല്ല നേതാക്കളായിരിക്കണം പ്രധാനമന്ത്രി കസേരയിലേക്ക് വരേണ്ടത്. അല്ലാതെ പാരമ്പര്യമായി കിട്ടിയ രാഹുൽ അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനർത്ഥം ഞാൻ കോൺഗ്രസ് വിരോധിയാണെന്നല്ല. കോൺഗ്രസിനോടാണ് എനിക്ക് സംഘപരിവാറിനേക്കാൾ താല്പര്യം. പക്ഷേ രാജ്യമാണ് എല്ലാറ്റിനും മുകളിൽ. ഞാൻ ഇത്രയും ദീർഘമായ ഇൻട്രോ പറയാൻ കാരണം ഈ ദിവസങ്ങളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട 2 വിലാപങ്ങളാണ്. ഒന്നാമത്തേത് പേളി മാണിയുടെ വിലാപമാണ്. പേളി മാണി ഒരു സിനിമാ താരമാണ്, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ്. സോഷ്യൽ മീഡിയയുടെ ട്രെൻഡിങ്ങിനെ ഒരു കാറ്റ് പോലെ മാറി വീശാറുണ്ടെങ്കിലും അധികം ഏൽക്കാത്ത ഒരാളാണ് പേളി മാണി. എന്തുകൊണ്ടോ പേളി മാണിയുടെ സ്വാഭാവികമായ സംസാരം കേൾക്കാൻ, വർത്തമാനം കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. കുഞ്ഞിനെയും കുടുംബത്തെയും ഒക്കെ അമിതമായി പ്രൊജക്റ്റ് ചെയ്യുന്നു പരാതി ഉണ്ടെങ്കിലും പേളി മാണിയെ കണ്ടിരിക്കാൻ രസമാണ്. പേളി മാണിയോട് ആളുകൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഈ ട്രെൻഡിലൊന്നും പേളി മാണിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇപ്പോഴുണ്ടായ ഈ പാറ്റ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പേളി മാണി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം പേളി മാണിക്ക് സംഘിപ്പട്ടം നൽകിക്കൊടുത്തു. അതിൻ്റെ ഭാഗമായി പേളി മാണിക്ക് ഏതാണ്ട് 5 ലക്ഷത്തോളം ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടു. പേടിച്ചരണ്ട പേളി മാണി ക്ഷമാപണം നടത്തി തനിക്ക് നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന വെപ്രാളത്തിൻ്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് തന്നെയാണ് അഖിൽ മാരാർക്ക് സംഭവിച്ചത്. അഖിൽ മാരാരെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നവർക്കറിയാം, ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ്. സ്വന്തം അധ്വാനം കൊണ്ട് ദാരിദ്ര്യത്തിനും കരകയറി വന്ന ഒരാൾ. അയാളുടേതായ രീതിയിൽ അയാൾ ഒരു മേഖല സൃഷ്ടിച്ചെടുത്തു, ആരാധകരെ സൃഷ്ടിച്ചെടുത്തു. നിരന്തരം നിർഭയം അയാൾ അഭിപ്രായ പ്രകടനം നടത്തി, പിണറായി വിജയനോട് ഏറ്റുമുട്ടി. അങ്ങനെയുള്ള അഖിൽ മാരാർ എവിടെയെങ്കിലും മത്സരിച്ചാൽ ജയിക്കുമെന്ന സാഹചര്യമുണ്ടായി. പക്ഷെ കോൺഗ്രസ് ആയിരുന്നു അയാളുടെ ഇഷ്ടതട്ടകം. കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. അയാൾ 2020 സ്ഥാനാർത്ഥിയായി BJP പക്ഷത്ത് ചേർന്നു.
ഇപ്പോഴിത് അയാൾ മനം മടുത്ത് ആ പാർട്ടിയൊക്കെ വിട്ട് പുറത്തേക്ക് വരുന്നു. എനിക്കിനി രാഷ്ട്രീയമില്ല എന്ന് പറയുന്നു. പക്ഷെ അഖിൽ മാരാർ ഇന്നലെ പറഞ്ഞതിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. തനിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചാണ് അഖിൽ മാരാർ പറയുന്നത്. താൻ സംഘപരിവാറിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ തൻ്റെ പിതാവ് തന്നോട് മിണ്ടാതായി, തൻ്റെ ആരാധകർ നഷ്ടപ്പെട്ടു, ഒരിടത്തും പരിപാടിക്ക് വിളിക്കുന്നില്ല, വിദേശത്ത് പോകാൻ പോലും പറ്റുന്നില്ല, അതേസമയം 1 രൂപയുടെ ഗുണവുമില്ല എന്ന് തുറന്നു പറയുകയാണ് അഖിൽ മാരാർ. എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാനെടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം വരുന്നു. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020 പോകുന്നത് തന്നെ. കാര്യം എനിക്ക് ഇപ്പം BJPയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷേ BJPയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന വർഗീയതയ്ക്ക് ഒരിക്കലും ഞാൻ കൂട്ടുപിടിക്കത്തില്ല, അതിനെ ഞാൻ പിന്തുണ സംസാരിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കാം എന്നുള്ള എൻ്റെ തീരുമാനം വരുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് എനിക്ക് വരുന്ന സൈബർ അറ്റാക്ക് കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതിനെല്ലാം മറുപടി കൊട്ടാരക്കര വഴി കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് കൊട്ടാരക്കരയിൽ സീറ്റില്ല എന്ന് ഞാൻ അറിയുന്ന ഫെബ്രുവരി 25 ഇതിലെല്ലാം നഷ്ടങ്ങളും പേരേണ്ടി വരുന്ന ഒരാൾ ഞാനാണ്. ഇപ്പോൾ പേളിമാണിക്ക് 4 ലക്ഷം ഫോളോവേഴ്സ് പോയെങ്കിൽ എനിക്കും പോയിട്ടുണ്ട് 10-70,000 ഫോളോവേഴ്സ്. ഈ ഫോളോവേഴ്സ് ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ എനിക്ക് 1000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആ 1000 പേരുമായിട്ട് പോയി ജയിച്ചവനാണ് ഞാൻ. എനിക്ക് ഫോളോവേഴ്സോ നമ്മളെ ഇഷ്ടപ്പെടുന്നവരോ ഒന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരാൾ തെറ്റിദ്ധരിച്ച് വെറുക്കേണ്ടി വരുന്നൊരവസ്ഥ, നമ്മളെ വിളിക്കുന്ന പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടും ഒഴിവാക്കുന്ന അവസ്ഥ. ഞാൻ ദുബായിൽ പോയ സമയത്തും മറ്റുമൊക്കെ ഇതൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ ഞാനിത് കേൾക്കാം, ഞാൻ തയ്യാറാണിത് കേൾക്കാൻ. പക്ഷേ ഇതൊക്കെ കേൾക്കാൻ കാരണക്കാരനായ ഒരാൾ സുഖിച്ച് ഒരക്ഷരം മിണ്ടാതെ അപ്പുറത്ത് നിൽക്കുകയാണ്. ഈ 2 സംഭവങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ സംഘപരിവാറിനോട് ചേർന്ന് നിന്നാൽ നഷ്ടമേ ഉണ്ടാവൂ എന്നതാണ്. നിങ്ങൾക്ക് ലാഭമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് റീച്ചാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ സംഘപരിവാറിനൊപ്പം നിൽക്കാൻ പാടില്ല. കേരളത്തിൽ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാവും. സംഘപരിവാറിന് അനുകൂലമായി പറയണമെന്നില്ല, സംഘപരിവാറിനെ എതിർക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുഴപ്പത്തിലാവും. കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഭവം, ഒരു ഡോക്ടർ വിഷ്ണു, എൻഡോക്രീനോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരാളുടെ അവസ്ഥയാണ്. ഈ വിഷ്ണുവിൻ്റെ പോസ്റ്റുകളൊക്കെ കാണാറുണ്ട്. ആരോഗ്യകാര്യമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ പാറ്റയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാൾ എന്തോ അഭിപ്രായ പ്രകടനം നടത്തി, നോക്കിയിട്ട് കാണാനില്ല. അതിന് പേരിൽ അയാളെ വേട്ടയാടുകയാണ് പലരും. അതായത് ഈ പാറ്റ വിഷയത്തിൽ ആരെങ്കിലും ആ പാറ്റ അനുകൂലിച്ചില്ലെങ്കിൽ അയാൾ അപ്പോൾ തന്നെ സംഘിയായി, അയാൾ അപ്പോൾ തന്നെ രാജ്യവിരുദ്ധനായി. ഇത്തരത്തിലേക്ക് ആളുകൾ കൊണ്ടുപോവുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്, തുടർച്ചയായി അയാൾ ആക്രമിക്കുകയാണ്. എന്താണ് അയാൾ ചെയ്ത കുറ്റം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ BJPയെയും RSSനെയും മോദിയെയും എതിർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ കേരളത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിയണം. ഞാൻ എന്നിട്ടും ഇതൊന്നും ഗവനിക്കാത്ത കാരണം BJPക്കാരനുമല്ല, കോൺഗ്രസ്സുകാരനുമല്ല, CPMകാരനുമല്ല. എനിക്ക് എൻ്റെ അഭിപ്രായമാണ്. പക്ഷെ എനിക്ക് രാജ്യസ്നേഹമുണ്ട്, എനിക്ക് മോദിയെ ഇഷ്ടമാണ്. അത് പറയുന്നത് വഴി ഉണ്ടാവുന്ന നഷ്ടം സഹിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നഷ്ടം അതിശക്തമാകുമ്പോഴാണ് അഖിൽ മാരാർക്ക് തിരുത്തേണ്ടി വരുന്നത്, പേളിമാണിക്ക് തിരുത്തേണ്ടി വരുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ദയവായി സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് മോദി എതിർക്കാത്തത്, സംഘപരിവാറിനെ എതിർക്കാത്തത് എന്ന വാദം ഉന്നയിക്കരുത്. അങ്ങനെയല്ല. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ പലരുമുണ്ട്. ഈ പിന്തുണയും റീച്ചും പണവും ഒക്കെ മോഹിച്ച് വലിയ തോതിൽ ഇസ്ലാമിക പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ പ്രവീൺ രവി എന്ന് പറയുന്ന എത്തീസ്റ്റ് അതേക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയത്: ഇതുപോലെ കുറേ അവന്മാരുണ്ട്, ഹിന്ദു പേരിൽ മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് സംസാരിച്ചാൽ കിട്ടുന്ന വ്യൂസും ലൈക്കും റീച്ചുമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. വേറൊരുത്തരുണ്ടായിരുന്നു ബിനോജ് നായർ, കുറേ നാൾ ഇതേപോലെ കാക്കമാരെ സുഖിപ്പിച്ച് വീഡിയോ ചെയ്തു. ഇതേപോലെ ഇപ്പോൾ വേറൊരുത്തനുണ്ട് ആൻഡപ്പൻ. അവൻ എന്നും വഴിയെ പോകുമ്പോൾ ആരൊക്കെയോ മുസ്ലിങ്ങളെ പറ്റി പറയുന്നത് കേട്ട് ചങ്ക് പൊട്ടി കരഞ്ഞ് വീഡിയോ ചെയ്യുകയാണ്. അതിനടിയിലെല്ലാം വന്ന് ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾ മോനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, പടച്ചോൻ രക്ഷിക്കും, ആമീൻ കമൻറ്റുകളുടെ പെരുമഴയാണ്. പൊതുവെ ഇൻസെക്യൂരിറ്റിയുള്ള ജനസംഖ്യയുള്ള ഒരു ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത് ഇതുപോലെ വീഡിയോ പടച്ചുവിട്ട് കാശുണ്ടാക്കുന്ന കുറേ അലവലാദികളുണ്ട്. നിങ്ങൾ മുസ്ലിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, ഒരു അമുസ്ലിമും ഇസ്ലാം മതത്തെ സ്നേഹിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അവൻ മതം മാറി ഇസ്ലാം ആയേനെ. ഹിന്ദു പേരിലും ക്രിസ്ത്യൻ പേരിലും നിന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കരഞ്ഞ് വീഡിയോ ചെയ്യുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഒന്നാം തരം ഫ്രോഡുകളാണ്. നിങ്ങളുടെ മനസ്സിൽ നിഷ്കളങ്കതയും ഭയവും ചൂഷണം ചെയ്യുകയാണ് അവർ. നിങ്ങൾ മനഃപൂർവ്വം ഇത്തരം ആളുകളെ കേൾക്കുന്നത് ഒരു 3 മാസം ഒഴിവാക്കിയാൽ ഇവന്മാരുടെയൊക്കെ തനിനിറം സ്വയം തിരിച്ചറിയാൻ കഴിയും. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും വിമർശനാത്മക ബന്ധം മുന്നോട്ട് വയ്ക്കുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ കേൾക്കാവൂ. ഇതാണ് എനിക്കും ഈ കൂട്ടരോട് പറയാനുള്ളത്. നിങ്ങളെ സുഖിപ്പിച്ച് പറയുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല. അവർ നിങ്ങളുടെ പിന്തുണയും വ്യൂവർഷിപ്പും പണവും നേടാൻ വേണ്ടിയാണ്. ഞാൻ മുസ്ലിം വിരോധിയല്ല. എനിക്ക് ഒരിക്കലും ഒരു മതത്തോടും ഒരു സമുദായത്തോടും വിരോധമില്ല, സത്യമാണ് പറയുന്നത്. പക്ഷെ മോദിയെ വെറുക്കുന്നില്ല, മോദിയെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നില്ല, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ ഹമാസിനെ എതിർക്കുന്നു, അതുമല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം കൊള്ളാമെന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ പേരിൽ
നിങ്ങൾ വെറുത്തതുകൊണ്ടൊരു കാര്യവുമില്ല, കാരണം അതൊക്കെ സത്യമാണ്. അതല്ല മുസ്ലിമിനെ സ്നേഹിക്കുന്നോ വെറുക്കുന്നോ എന്നതിൻ്റെ മാനദണ്ഡം. അമിതമായ സ്നേഹം കാണിക്കുന്നവരെ സൂക്ഷിക്കുക, അത് ജീവിതത്തിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും. അതുകൊണ്ട് ദയവായി ഈ നുണക്കഥകൾ അവസാനിപ്പിക്കുക. സംഘികളെ പിന്തുണച്ചാൽ, സംഘികളെ എതിർത്തില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ആ നഷ്ടം അറിഞ്ഞുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയമില്ലാതെ സംഘികളെ എതിർക്കാത്ത ഞങ്ങളെപ്പോലുള്ളവർ അവരുടെ ഫണ്ട് വാങ്ങുന്നുവെന്ന നുണ പറച്ചിൽ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക.